ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സഖിയുടെ ഓഫീസ് അനുമതിയില്ലാതെ ഒഴിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ സഹായത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ട നിയമസഹായങ്ങൾ നൽകുന്ന സംവിധാനമാണ് സഖി. ആലപ്പുഴയിലെ ഓഫീസിൽ 3 പോലീസുകാരുൾപ്പെടെ 15 ജീവനക്കാരാണുള്ളത്. പകരം സംവിധാനം ഒരുക്കാതെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നടപടി. സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ട നിയമസഹായങ്ങളും മറ്റും നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് സഖി. ഈ സഖിയുടെ ആലപ്പുഴ ജില്ലയിലെ ഓഫീസിൻ്റെ പ്രവർത്തനത്തിനാണ് ഇപ്പോൾ ഒരു വിഘാതം പെട്ടെന്നുണ്ടായത്. അത് ആ ഓഫീസിൻ്റെ പ്രവർത്തനം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച കെട്ടിടത്തിൽ നിന്നും മാറണമെന്ന് അറിയിച്ചതോടെയാണ് എവിടേക്ക് പോകണം എന്നുള്ളൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയത്. അങ്ങനെ ആ സാധനങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റി ഇവിടെ 15 ജീവനക്കാരാണ് ഉള്ളത്. അതിൽ 3 പേര് പോലീസുകാരാണ്. ഇവർക്ക് പ്രധാനമായും കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കും മറ്റുള്ള പോക്സോ കേസും അതോടൊപ്പം തന്നെ മറ്റ് ഗാർഹിക പീഡനങ്ങളടക്കമുള്ള കേസുകളിലെ നിയമസഹായം അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഈ സഖിയുടെ പ്രവർത്തനമുള്ളത്. 100% കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ ഏറെ നാളായി സഖിയുടെ പ്രവർത്തനം നടന്നിരുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ജെൻഡർ പാർക്കിനോട് ചേർന്ന ഈ കെട്ടിടത്തിലായിരുന്നു. എന്നാൽ അവിടെ നിന്നും മാറണമെന്ന് അറിയിക്കുകയും എന്നാൽ മറ്റൊരു സംവിധാനം പെട്ടെന്ന് തരപ്പെടുകയും ചെയ്യാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഒരു പ്രതിസന്ധി ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ അതിന് പ്രവർത്തിക്കാൻ മറ്റൊരു സംവിധാനം നഗരസഭയുടെ കീഴിലുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്. എന്നാലും ഇത് പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം അത് വലിയ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇനിയും കാര്യങ്ങളൊന്നും മുൻകൂട്ടി അറിയിക്കാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല. ഇനിയും വേണം ഈ സഖിയുടെ പ്രവർത്തനം ഇവിടെ നിന്നും ഇന്ന ഓഫീസ് ഇന്നടത്തേക്കാണ് മാറിയിരിക്കുന്നത് എന്ന് സ്ത്രീകളെയും മറ്റും അറിയിക്കേണ്ടത്. അത്തരത്തിൽ പെട്ടെന്ന് വരുമ്പോൾ ആരോട് ചോദിച്ചാലും സ്വാഭാവികമായും പറയുക ജെൻഡർ പാർക്കിനോട് ചേർന്നാണ് സഖിയുടെ പ്രവർത്തനം എന്നാണ്. എന്നാൽ അതിൽ ഒരു മാറ്റം പെട്ടെന്ന് ഉണ്ടാകേണ്ട സാഹചര്യം വന്നത് ഇതിന് കൃത്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതിനുണ്ടായ താമസവും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ കാര്യത്തിലുള്ള ഒരു പ്രത്യേക ധൃതിയുമാണ്. എന്നാൽ ആ ധൃതി അവർക്കും പദ്ധതിയായി അവർക്ക് അതിൻ്റെ പ്രവൃത്തികളിലേക്ക് കടക്കണം എന്ന ന്യായീകരണമാണ് ജില്ലാ പഞ്ചായത്ത് വ്യക്തമാക്കുന്നത്.